വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ അലീനാരു. അപ്പം ഇന്നൊരു സൺഡേ കേട്ടോ. അപ്പം ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് 2-3 ദിവസമായിട്ട് ചിന്ത വരുന്നുണ്ടായിരുന്നു. അപ്പം ഞായറാഴ്ച എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് എണീറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. പള്ളിയിലൊക്കെ പോകണമെന്ന് ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തൊക്കെ ഇരുന്നതാ. പക്ഷേ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയ ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇന്ന് പോകാൻ പറ്റിയില്ല കേട്ടോ. വീട്ടുകാർ പോയി, ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഇന്നാണെങ്കിൽ എറണാകുളം വരെ പോകാനുള്ള കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് നടക്കാനുള്ളതാണ്. അപ്പം ഞാൻ അതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ചേക്കാന്ന് വിചാരിച്ചത്. കുളിയും ജപവും ഒക്കെ ആയിട്ട് ഇപ്പം ടൈം ഒരു 9:30 ആയി കാണും. ഇനി ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചില്ല. ഞാനങ്ങനെ ഭയങ്കര രാവിലെ തലയൊന്നും കഴുകാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇന്ന് എറണാകുളത്ത് പോകാനുണ്ട്. അപ്പം എപ്പോഴാണ് പോയിട്ട് വന്നേന്നറിയില്ല, നല്ല രാത്രിയാവും. അപ്പം അതുകൊണ്ട് നേരത്തെ തല കഴുകി കുളിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി എറണാകുളത്തൊക്കെ പോയിട്ട് വന്നിട്ട് തല കുളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറയാമല്ലോ, എനിക്ക് ജലദോഷമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അലർജി ഉള്ളതാണ്. അപ്പോൾ അന്നേരം കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല നീർക്കെട്ട് ഇറങ്ങണതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ കുളിക്കാൻ പ്ലാൻ ചെയ്തത്. ഫുഡ് കഴിക്കണേക്കാളും മുമ്പ് ഇങ്ങനെ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കണം വളരെ നല്ലൊരു കാര്യമാട്ടോ. കാരണം നമ്മുടെ ബോഡിക്കും ബോഡി ആക്ടിവിറ്റീസിനായാലും എല്ലാത്തിനും നല്ലൊരു കാര്യമാണ് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന. രാവിലെ തന്നെ ഞാൻ ഓടിച്ചില്ലാണ് ഇതിനെ കാണാനാട്ടോ. ഇതിനെ കണ്ടില്ലേ ഒരു ഉറക്കം വരത്തില്ല, അങ്ങനത്തെ ഒരു അഡിക്റ്റ് ആയിപ്പോയി. എന്ത് ചെയ്യാനാ, ഇതിനെ കാണാനും ഇതിനെ ഇച്ചിരി നേരം കളിപ്പിച്ചിട്ടൊക്കെ ആയിട്ട് ഞാൻ ഫുഡ് കഴിക്കണേ, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കിടക്കണേ. രാവിലെ തന്നെ മമ്മി പുട്ടാട്ടോ ഉണ്ടാക്കി വെച്ചേ. പുട്ടും ബീഫ് കറി ആയിരുന്നു. ഉച്ചത്തെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻസ് ആണോ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നതൊക്കെ. റൈസ് നേരത്തെ അടുപ്പത്തിട്ടു കേട്ടോ. ഇനി ചിക്കൻ ഉണ്ടാക്കാനുള്ള തിരക്കില്ല. ബിരിയാണിയും ചിക്കനും സലാഡും എല്ലാം റെഡി ആയിട്ടോ. ഞാൻ എറണാകുളത്തിന് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. ഇനി കുറച്ച് സ്കിൻ കെയറും മേക്കപ്പും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ കുറച്ച് വീഡിയോസ് ആയിട്ട് എടുക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലാഗ് അടുപ്പിക്കണ്ടല്ലോ നിങ്ങൾക്കെന്ന് വിചാരിച്ചിട്ടാണ്. നേരത്തെ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് സെറ്റായിട്ട് ഇരിക്കും കേട്ടോ. ഇപ്പം സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ എനിക്കെന്തോ സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ എന്തോ എൻ്റെ ഫേസ് ഭയങ്കര ഓയിലി ആയിട്ട് തോന്നണോണ്ട് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് അങ്ങ് ഗെറ്റപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് എപ്പോഴും. പുറത്ത് പോകുമ്പോഴാണെങ്കിൽ കണ്ണെഴുതാതെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അതെന്താണെന്നറിയില്ല, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? കാരണം ഞാൻ കണ്ണെഴുതിയില്ലെങ്കിൽ ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കും. കണ്ണെഴുതി കഴിഞ്ഞാലോ എനിക്കതൊരു കോൺഫിഡൻസ് ആവും. ഭയങ്കര സിമ്പിളായിട്ടാട്ടോ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വലിയ ഓവറല്ലാതെ ഭയങ്കര സിമ്പിളായിട്ട്. അപ്പോൾ മേക്കപ്പൊക്കെ അത്യാവശ്യം കഴിയാറായിട്ടോ. ഇപ്പം സമയം ഒരു 1 മണിയായി കാണും. ഇനി അവിടെ ചെന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് കടയിൽ പോയി ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ട്രാഫിക്കാണ്. ഒന്നാമതെ കാറിലും കൂടെയാണ് പോകുന്നത്. അപ്പം ഭയങ്കര ട്രാഫിക്കായിരിക്കും. ഇരുന്ന് മടുക്കും. പിന്നെ നല്ല വെയിലും അല്ലേ. മമ്മി എപ്പോഴും പറയും ഈ ലോലാക്കി, ഈ കാറ്റിലിട്ടേക്കണ ലോലാക്കി ഇതിൻ്റെ അടി വളയാണോ എന്ന്. അപ്പം ഞാൻ ചുമ്മാ എൻ്റെ കയ്യിൽ കയറുമെന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാട്ടോ നേരത്തെ നിങ്ങൾ കണ്ട്. ഫൈനലി ഞാൻ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഞാൻ എത്ര ശ്രമിച്ചിട്ട് എൻ്റെ ഷൂ കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറേ ബാക്കിയിട്ട് ഇറങ്ങിയിട്ടും കാണിക്കാൻ പറ്റുള്ളൂ. ഇത്രയും ബാക്കിയിട്ട് ഇറങ്ങാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പോവാൻ ടൈമായിട്ടോ. ഞാനാണെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് 2 പോസൊക്കെ ഇട്ടിട്ട് പോവുക. കാറിൽ നിന്നായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യണം എവിടെ പോകണം. അന്നേരമാണ് മമ്മി പറഞ്ഞത് മറൈൻ ഡ്രൈവിൻ്റെ അവിടെ കണ്ട് ഏതോ ഒരു ഫ്ലവർ ഷോയോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്, അവിടെ കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകണം. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഭയങ്കര ട്വിസ്റ്റ്. അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒടുക്കത്തെ തിരക്കായിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല കേട്ടോ ഗൈസ്. ഞങ്ങൾ പിന്നെ പോയത് കല്യാൺ സിൽസിട്ടാട്ടോ. അവിടെ എന്തോ ന്യൂ ഇയറിൻ്റെ എന്തൊക്കെയോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടാട്ടോ പോയത്. ഞാനും പപ്പയും മമ്മിയും അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നേരെ ഞങ്ങൾ 5th ഫ്ലോറിട്ടാട്ടോ ഇക്രൂനും പപ്പയ്ക്കും കൂടി ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയാട്ടോ പോയേ. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഓഫറിൽ അത്യാവശ്യം അടിപൊളി ബ്രാൻഡഡ് ഷർട്ടൊക്കെ കിട്ടും കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇക്രൂനോട് അന്നേരം പറയുകയും ചെയ്തു, എടാ നീ എടുത്തോ, പക്ഷെ എനിക്കൊന്നും ഇടാൻ തന്നെ. ഇക്രൂനും പപ്പയ്ക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് ഇനി എനിക്കും മമ്മിക്കും കൂടി എടുക്കാനുള്ളതൊക്കെ നോക്കാൻ വേണ്ടി പോകട്ടെ. പക്ഷെ എനിക്ക് കുറച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം കോംബോ ഓഫറിൻ്റെ ഒക്കെ എല്ലാം അത്യാവശ്യം സ്റ്റോക്കൊക്കെ തീർന്നിരുന്നു. പിന്നെ മമ്മിയുടെ കുറച്ച് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷെ മമ്മിക്ക് അധികം വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എടുത്തില്ല അവിടുന്ന്. ഇക്രൂനും പപ്പയ്ക്കും മാത്രം എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പോരും കേട്ടോ. ഇനി ഫുഡ് കഴിക്കാനാട്ടോ അതേ പൊക്കോണ്ടിരിക്കുന്നേ. എവിടെ കറങ്ങാനിറങ്ങിയാലും ജസ്റ്റ് ഫുഡ് കഴിക്കുക, അത് നിർബന്ധമല്ലേ നമുക്ക് എല്ലാവർക്കും. അങ്ങനെ ഈ ഒരു ഹോട്ടലിട്ടാട്ടോ പൊക്കോണ്ടിരിക്കണേ.
ഇപ്പൊ തന്നെ അത്യാവശ്യം രാത്രിയായി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ പിന്നെ പോകുന്നത് സ്റ്റുഡിയോയിട്ടാട്ടോ. ഇനി എനിക്കും അമ്മയ്ക്കും ഡ്രസ്സ് എടുക്കാനാട്ടോ കരിങ്ങാച്ചിറ തൃപ്പൂണിത്തുറ സ്റ്റുഡിയോയിട്ട് പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ ഓഫറൊന്നും ഞാൻ കണ്ടില്ല, സാധാ രീതിയിലുള്ള ഓഫറൊക്കെ. ഇപ്പോൾ പണ്ട് മുതൽ ഒരു ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സെയിം തന്നെയായിരുന്നു. വലിയ ഡിസ്കൗണ്ട് ഒന്നും ഇവിടെ ഉണ്ടായില്ല. ക്രിസ്മസിന്റെ സ്റ്റോക്കൊക്കെ അത്യാവശ്യം തീരാറായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊന്നും എടുത്തില്ല. അന്നേരമാണ് ഈ ഒരു സംഭവം കണ്ട കേട്ടോ. അതിന്റെ ഫ്രണ്ടില് ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പുൽക്കൂടും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അത് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ നല്ല രാത്രിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഭയങ്കര ടയേർഡും ആയിരുന്നു കേട്ടോ. ഇത്രയും നേരം കാറിൽ ട്രാഫിക്കൊക്കെ ആയിട്ട് ഇരുന്നതല്ലേ. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.